ഹോട്ടലിൻ്റെ CEO ബൈജു എം പവിത്രൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹം പറയുകയാണ് നമ്മൾ എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിനേക്കാൾ കുറച്ചുകൂടി വിശാലമായിട്ട് ഇദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഈ മദ്യത്തിൽ അത് പറയാമല്ലോ അല്ലേ, മദ്യത്തിൽ ഈ അളവ് കൃത്യതയാണ് പ്രധാനമായിട്ടും കഴിക്കുന്ന ഉപഭോക്താക്കിന് അറിയേണ്ടത്. അതിന് നമ്മൾ കൃത്യമായിട്ടും അളവ് കസ്റ്റമറുടെ അവകാശമാണ്. ആ അവകാശം അത് കിട്ടും എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ മദ്യ ഗ്ലാസുകളിലും നമ്മൾ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖയുണ്ട്. അതായത് ഇപ്പോൾ 30, 60, 90. അപ്പോൾ ഈ അളവ് രേഖയിൽ ഒഴിച്ചു കിട്ടുന്ന ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും കുറവോ മറ്റോ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഉറപ്പും വിശ്വസ്തതയും നമ്മൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കും. കംപ്ലൈൻറ്റ് അതോറിറ്റി തന്നെ ഉണ്ട്. അത് എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കുന്ന ഒരാൾക്ക് നമ്മൾ ആവശ്യത്തിലേറെ, അത് സ്നാക്സ് ഐറ്റംസ്, ടച്ചിങ്സ് എന്ന് നമ്മളെ ഭാഷയിൽ പറയും. ഇത് നമ്മൾ ഒരു മടുപ്പും കൂടാതെ ധാരാളം നമ്മൾ ലാവിഷായിട്ട് കൊടുക്കുകയാണ്. ഏകദേശം 10 ഐറ്റം, 8 ഐറ്റം, 9 ഐറ്റം ടച്ചിങ്സ് നമ്മൾ AC ബാറിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ ബാറും AC അല്ലേ? എല്ലാ ബാറും ഒരു ബാർ ഒഴിച്ച് ബാക്കി എല്ലാം ബാക്കിയെല്ലാം ഉണ്ട്. അത് തന്നെ നമ്മളെ ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ ബാറുകളുടെ എല്ലാം പേര്. ഒന്ന് ഹൈ റേഞ്ച് എന്ന് പറയും. സാധാ ഹൈ റേഞ്ചിലുള്ള ആളുകൾ ഉപഭോക്താക്കൾക്ക് കഴിക്കുന്നതിന് വേണ്ടി ലോ റേഞ്ചാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഹൈ റേഞ്ച് എന്നുള്ളൊരു പേരും. 2 ഇവിടുന്ന് തുടങ്ങുന്ന മണിമലയാറ്, ആ ഒരു കൺസെപ്റ്റ് എടുത്തുകൊണ്ട് ഈ ദേശവാസികളുടെ അവരെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മണിമലയാറ് എന്നും പറഞ്ഞിട്ട് ഒരു നമ്മൾ AC ബാറ് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അല്ലേ, മണിമലയാർ, സോറി ഒന്ന് കട്ടി, അതെ, മണിമലയാർ എന്ന് പറഞ്ഞ ഫാമിലി റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങിയിരിക്കുകയും അത് കണക്ക് ഇടുക്കിയിലേക്ക് പോകുന്ന ഗേറ്റാണ്. ഇടുക്കി ഗേറ്റ് വേ ഓഫ് ഇടുക്കിയാണ് മുണ്ടക്കയം. അതുകൊണ്ട് ഇടുക്കി ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു AC ബാറും നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്ലാന്റർമാർ ഒരു പ്രധാന ഘടകമാണ് ഇവിടം. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാന്ററെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ AJ മർഫി എന്ന് പറഞ്ഞ ഒരു ബാങ്കറ്റ് ഹാള് തന്നെ JJ മർഫി എന്ന് പറഞ്ഞ ഒരു ബാങ്കറ്റ് ഹാള് തന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മേളിൽ പ്ലാന്റേഴ്സ് ക്ലബ് എന്നും പറഞ്ഞ് പ്ലാന്റർമാർക്കൊക്കെ കഴിക്കുന്നതിന് വേണ്ടി ഒരു റെസ്റ്റോ ബാർ കളറാണ് മൊത്തത്തിൽ. ഞാൻ ചോദിച്ചത് ഈ മദ്യപിക്കാത്തവർക്കുള്ള സംവിധാനം അപ്പോൾ ഇല്ലേ ഇവിടെ? മദ്യപിക്കാത്തുള്ള സംവിധാനമാണല്ലോ മണിമലയാർ എന്ന് പറഞ്ഞ ഫാമിലി റെസ്റ്റോറൻറ്റ്. അവിടെ മദ്യമില്ല. അത് മദ്യം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഫാമിലി അപ്പുറം വരുന്നിടത്ത് നമുക്ക് മദ്യം വിളമ്പാൻ പാടില്ല. അതുകൊണ്ട് അവിടെ പ്യുവറായിട്ട് മദ്യപിക്കാത്ത ആളുകൾക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്ത് അവരെ ഫുഡ് ആസ്വദിച്ച് തിരിച്ചു പോകുന്ന രീതിയിൽ ഞങ്ങൾ സ്പെഷ്യാലിറ്റി ആയിട്ട് ഓണം കഴിഞ്ഞ് കക്ക, ഞണ്ട്, കരിമൻ ഇങ്ങനെയുള്ള കൊല്ലത്ത് കിട്ടുന്ന അഷ്ടമുടി കായലിലെയും അതുപോലെ തന്നെ അറബിക്കടലിൻ്റെ ഭാഗത്തു നിന്ന് നീണ്ടാര ഭാഗത്ത് നിന്ന് വ്യത്യസ്തതയോട്ടോ. ഇവിടെ നമുക്ക് ആകപ്പാടെ കിട്ടുന്ന ഈ ക്രാബ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്, ഞണ്ട്. ഈ ഞണ്ട് ശരിക്കും ഇവിടെ ഉള്ളവർ എനിക്ക് തോന്നുന്നില്ല, കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഓണം കഴിഞ്ഞ് അതെല്ലാം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവിടുന്ന് ഡെയിലി വരുന്ന വണ്ടിക്കകത്ത് ഫ്രഷ് ആയിട്ടുള്ള ഈ മത്സ്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൂടാണ് ഇരിക്കുന്നത്. വൈബാണല്ലോ അപ്പോൾ കേട്ടോ. അതെ, വൈബാക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഹോട്ടൽ അർമാണിയെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അവിട്ടം ദിനമാണ്, ഓണത്തിന് പിറ്റേ ദിവസം. ഈ ദിവസം നമ്മോടൊപ്പം നിമിഷ ബിജോ ഒപ്പം ഉണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ, പേര് ചോദിച്ചെന്നുള്ളൂ. എനിക്കറിയാവുന്ന ആളാണ്, വളരെ പ്രശസ്തയാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ബിജോ ജനിച്ചു വളർന്ന നാടല്ലേ, ഭയങ്കര സന്തോഷം. അതേപോലെ ഇവിടെ വന്നിട്ടൊരു പുലികളിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പുലികളി കളിക്കാം. പുലികളിയോ? അതെന്തോ പുലികളി? പെണ്ണുങ്ങൾ പുലി കളിക്കുമോ? പിന്നെന്താ, പെണ്ണുങ്ങൾ പുലി ചോദിച്ചാൽ എന്തൊരു കുഴപ്പമുണ്ടോ? കണ്ടില്ലായിരുന്നു അപ്പോൾ പുലികളി? പിന്നെ പുലി കളിച്ചു അല്ലേ? എത്ര നേരം ഉണ്ടായിരുന്നു പുലികളി? 2.5 മണിക്കൂറോളം. 2.5 മണിക്കൂറോ? 2.5 മണിക്കൂർ ഒറ്റയ്ക്ക് പുലി കളിച്ചോ? ഒറ്റയ്ക്ക് മാത്രമല്ല, ചേട്ടന്മാരുണ്ടായിരുന്നു സപ്പോർട്ട്. പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടന്മാർ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് എവിടെയെങ്കിലും പുലി കളിച്ചിട്ടുണ്ടോ? നമ്മുടെ തൃശ്ശൂർ കളിച്ചിട്ടുണ്ട്. പുലി കളിച്ചിട്ടുണ്ട്. 3ാമത്തെ വർഷമാണ്. ഇപ്പം 3ാമത് ഇതാ വീണ്ടും ഇറങ്ങാൻ പോകണം. അങ്ങനെയുണ്ട്. 2 വർഷം ഞാൻ ഇറങ്ങി, ഇപ്പം 3ാമത്തെ വർഷം ഇറങ്ങാൻ പോകണം തൃശ്ശൂരിൽ പുലികളിക്ക്, പെൺപുലിയായിട്ട്. പെൺപുലി.
നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പെൺപുലി പെൺപുലി എന്ന്. ഇങ്ങനെ പുലികളിക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു പെണ്ണ് പുലിയായി മാറുക. അല്ല പെൺപുലി ഉണ്ടല്ലോ, അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല പെൺപുലി വരെ മനുഷ്യരുടെ വേഷത്തിലല്ല, അതെ, എന്താ പെൺപുലി ഉണ്ടല്ലോ, ഞാൻ പെൺപുലിയാണ്. പെൺപുലി അല്ലേ? അങ്ങനെ എവിടെയെങ്കിലും വേട്ടപ്പുലി പുലിത്തരം കാണിച്ചിട്ടുണ്ടോ? അതെ, പുലി ഉണ്ട്, തൃശ്ശൂര് ഉണ്ട്. അല്ല അല്ല പുലിയുടെ സ്വഭാവം, ഞാൻ പുലിയുടെ സ്വഭാവമാണ്. ഡീ എന്ന് പറഞ്ഞാൽ പോടാന്ന് പറയും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് നിമിഷ ബിജു പുലിയുടെ സ്വഭാവം വേണേ കാണിക്കുന്നത്. നമ്മളോട് സ്നേഹമുള്ളവരും നമുക്ക് സ്നേഹിക്കാൻ അറിയാം, ചീത്ത വിളിക്കുന്നവരെ ചീത്ത വിളിക്കാൻ അറിയാം, ദേഷ്യപ്പെടുന്നവരോട് ദേഷ്യം കാണിക്കാനും അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് ആകപ്പെടെ സൂപ്പറാണ് അല്ലേ? അതായത് നമ്മുടെ എന്താ പറയുക, അർമാനി ഹോട്ടൽ, ജയേശ്വരൻ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരുപാട് സന്തോഷം എന്നെ ഇങ്ങനെ ഒരു അർമാനി ഹോട്ടലിലേക്ക് എന്നെ ഇതുപോലെ പുലികളിക്കും അതുപോലെ മെഗാ ഷോയിലേക്കും എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പം ഞാനൊരു കൊച്ചിയിലൊക്കെ താമസിച്ചൊരു വ്യക്തിയാണ്. അവിടെയെന്ന് വെച്ച് കഴിയുമ്പോൾ ഇതൊരു നാട്ടുംപുറമാണ് അല്ലേ? ശരിക്കും മുണ്ടൊക്കെ നാട്ടുംപുറമാണ്. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഞാൻ ഡാൻസ് ഒക്കെ കളിക്കാൻ വിളിച്ചപ്പോൾ എല്ലാവരും മാറി നിൽക്കുക. അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, പെൺപിള്ളേർ എല്ലാ മേഖലയിലേക്കും കടന്നു വരട്ടെ. അല്ലാതെ ഇപ്പോൾ പുലികളി മാത്രമല്ല, എല്ലാ മേഖലയിലേക്കും പെൺപിള്ളേർ കടന്നു വരണം. അത് തന്നെയാണ് ഞാനും അതിന് വേണ്ടിയിട്ടൊരു തുടക്കക്കാരി മാത്രം, തുടക്കക്കാരിയാണ്. അല്ല പെൺകുട്ടികളുടെ അവർ തികച്ചും അവർ ആധുനികവൽക്കരിക്കുന്നുണ്ട്, അവർ മാറുന്നുണ്ട്, കാലം മാറുന്നുണ്ട്. അത് നമുക്ക് സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ഉണ്ടാകാം. കൊച്ചിയിലൊക്കെ ആണെങ്കിലും ഒരുമിച്ച് എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, ബാറിലൊക്കെ പോയി ഒരുമിച്ച് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഒരുമിച്ചൊക്കെ പോയി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയും അതുപോലെ ചില്ലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. എന്തിനു മാറി നിൽക്കണം? കടന്നു വരൂ. കഴിക്കാറുണ്ടോ? നൈസായിട്ട്. പിന്നെന്താ, അതിന് പറയുന്നതിന് ഒരു മടിയില്ല, ഞാൻ കഴിക്കാറുണ്ട്. ഹോട്ടാണോ ബിയറാണോ? അങ്ങനെയൊന്നുമില്ല, ഹോട്ട്. അല്ല ബിയർ നമുക്ക് പറ്റൂല, ഓൺലി ഹോട്ട്. ഞാനേ ഹോട്ടാണ്. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. നമ്മൾ ആരും കാണാതല്ല, നമ്മൾ കഴിക്കുന്നെങ്കിൽ കഴിക്കാമെന്ന് പറയുന്നതിന് ഒരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കുടിച്ച് വെള്ളം അടിച്ച് അങ്ങനെ നടക്കുന്ന ആളല്ല. എല്ലാവരും ഞാൻ കൂടുതലും കഴിക്കാനുള്ളത് ഹസ്ബൻഡായിട്ടും വീട്ടിലെ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ ഞങ്ങളൊരു വൈബ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്താ ഒരു പ്രശ്നമുള്ള കാര്യമില്ല, നമ്മുടെ സർക്കാർ നമുക്ക് തന്നേക്കുന്നില്ലേ, കഴിക്കുക. ഇതുപോലെ പ്രസക്തമായ ഇന്റർവ്യൂ ആണ് അതിൻ്റെ അത് നമ്മൾ കഴിക്കുക. എന്നെ ട്രോളി വാരി കൊല്ലരുത്. അല്ല കേരളത്തിൽ 7 ലക്ഷം സ്ത്രീകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നുണ്ടെന്നാണ് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞത്. അല്ല, അവർ ഒരു റിലാക്സേഷൻ അത്ര മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല, പുരുഷന്മാരെ പോയി തല്ലാതിരിക്കുക. അല്ലാതെ നമുക്കൊരു എന്റർടൈൻമെന്റ് 2 കഴിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഞങ്ങൾ യാദൃച്ഛ്യമായിട്ട് വന്നൊരു ഹോട്ടലാണിത്. പക്ഷെ സംഭവം സൂപ്പറാണ് കേട്ടോ. ഇവിടെ കയറി നല്ല ഫുഡ്, അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഇടപെടുന്നതും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യണം. എന്തായാലും സംഭവം സൂപ്പറാണ്. ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളോടും വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാനുള്ളൂ, മുണ്ടക്കയത്ത് ഇവിടെ വരാനുള്ളൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ് സംഭവം, സൂപ്പർ. ഹോട്ടൽ very super, very nice. We are from Telangana. We came here for holiday. Tourist purpose. We just wanted to spend. So Onam also, we just wanted to see how the Onam culture and traditions of Kerala, and also want to spend some quality time in Kerala. The greenery, the lush, everything. Now where to? As of now, we are planning to Alappi. Alappi? Not to Tekadi? Tekadi and all we have completed only. we are coming from there only, actually. Munnar, Tekadi. Alappi. No, from Tekadi to Alappi. From Tekadi to Alappi. Alappi.